കാലിക്കറ്റ് സർവകലാശാലയിലെ ഗവർണർക്കെതിരായ എസ്എഫ്ഐയുടെ കറുത്ത ബാനറിന് പിന്നിൽ മുഖ്യമന്ത്രി എന്ന് രാജ്ഭവൻ വാർത്താക്കുറിപ്പ്. മുഖ്യമന്ത്രി അറിയാതെ എസ്എഫ്ഐ ബാനറുകൾ കെട്ടില്ല. സംസ്ഥാനത്ത് ഭരണഘടനാ സംവിധാനങ്ങൾ തകിടം മറിയുന്നുവെന്നും രാജ്ഭവൻ വ്യക്തമാക്കി. അതേസമയം ബിജെപി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് ഗവർണർ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, സംസ്ഥാനത്ത് ഭരണ സംവിധാനങ്ങൾ തകിടം മറിയുന്നതിന്റെ ആരംഭമാണ് എന്ന് പറഞ്ഞ് കൃത്യമായ രാജ്ഭവൻ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു. മാത്രമല്ല, കറുത്ത ബാനറിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ SFI അതിക്രമത്തിന് മുതിർന്നപ്പോഴും മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എന്നുള്ള ഗുരുതരമായ പരാമർശമായിരുന്നു ഗവർണർ നടത്തിയത്. ഇപ്പോൾ രാജ്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലും മുഖ്യമന്ത്രിക്കെതിരെ പരാമർശമുണ്ടെന്ന് മനസ്സിലാകുന്നു. പക്ഷേ രാഷ്ട്രീയമായി നേരിടാൻ എപ്പോഴത്തെയും പോലെ CPI എപ്പോഴും മുതിരുന്നതിന്റെ ഉദാഹരണമായി CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് BJP നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് വാർത്താക്കുറിപ്പെന്ന അടിസ്ഥാനരഹിതമായ ആരോപണവും CPM സംസ്ഥാന സെക്രട്ടറി നടത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത്? ഈ വാർത്താക്കുറിപ്പിൽ കൃത്യമായ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഗവർണർക്കെതിരായുള്ള SFIയുടെ ഈ അതിക്രമങ്ങൾ, അതുപോലെ തന്നെ ഗവർണർക്കെതിരായി പല ഘട്ടങ്ങളിലായിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ, ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് എന്നാണ് ഇപ്പോൾ രാജ്ഭവൻ പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുള്ളത്. സമാധാന വിഷയങ്ങളെ സമീപകാലത്തായിട്ട് എന്ത് പ്രതിഷേധം വന്നിരുന്നാലും സർക്കാരും ഗവർണറുമായിട്ട് നേർക്കുനേർന്ന് യുദ്ധമുണ്ടായപ്പോൾ പോലും രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രസ്താവന ഇറക്കുന്ന ഒരു നടപടി ഉണ്ടായിട്ടില്ല. അവസാനം ഒരു തുറന്ന യുദ്ധം എന്നോണം തന്നെയാണ് സർവകലാശാല വിഷയങ്ങളിൽ ഗവർണർ സർക്കാരിനെതിരെ ശക്തമായ ഭാഷയിൽ ഈ രാജ്ഭവൻ പ്രതികരിക്കുന്നത്. അതിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്തു നിന്നും ഒരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുണ്ട്. CPM ആരോപിക്കുന്നത് ഗവർണർ BJPയോട് കൂടി ആലോചിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള പ്രസ്താവനകൾ ഇറക്കുന്നതും സർക്കാരിനെതിരെയുള്ള ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നതും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ സർവകലാശാലകൾ VC ഒരു ചാൻസലർ സർവകലാശാലയിൽ എന്തിനു പോകുന്നു എന്ന തരത്തിലുള്ള ഒരു ചോദ്യവും ഇതിൽ തന്നെ ഉയരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണ് ഗവർണറുടെ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഗവർണറെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനെ ചൂട് പിടിച്ചുകൊണ്ട് തന്നെയാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്ന് മുഖ്യമന്ത്രിക്കെതിരെയും ഇത്തരത്തിലുള്ള പരാമർശം ഉണ്ടായത്. പല ഘട്ടങ്ങളിലായി ഗവർണർക്ക് ഈ സുരക്ഷാ സംവിധാനങ്ങളിലും അതോടൊപ്പം തന്നെ ഗവർണർക്ക് സുരക്ഷ നൽകുന്നതിനും സർക്കാരിന്റെ ഭാഗത്തുനിന്നും വീഴ്ച ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്ന് നടന്ന പ്രക്ഷോഭങ്ങളും ഇത്തരത്തിലുള്ള കറുത്ത ബാനറുകൾ ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ അറിവോട് കൂടിയാണെന്നുള്ള രൂക്ഷമായ ഭാഷയിൽ വിമർശനം. എന്തായാലും ഈ സംഭവങ്ങളിൽ ഈ ഗവർണറുമായി സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ വലിയ വിവാദമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരും ഗവർണറും നേർക്കുനേറുള്ള യുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു. ഒരു പ്രത്യക്ഷമായിട്ടല്ല, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പ്രത്യക്ഷമായിട്ടല്ല ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് നേർക്കുനേറുള്ള പോരുദ്ധത്തിൽ തന്നെയാണ് ഗവർണറും ഒരുങ്ങുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു വാർത്താക്കുറിപ്പ് ഇറങ്ങിയിട്ടുള്ളത്. ടിൻഡു ആണ് വിവരങ്ങൾ നൽകിയത്.